ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ ബിരിയാണി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നെന്ത് വിശേഷമെന്ന് ചോദിച്ചാൽ അങ്ങനെ വിശേഷമൊന്നുമില്ല പറയത്തക്ക. എൻ്റെ സഹോദരൻ്റെ വീട് പണിയണുണ്ടായിരുന്നു, അപ്പോൾ തേപ്പ് നടക്കണുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് സ്പെഷ്യലായിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അവർ ഏകദേശം ഒരു 10 ദിവസം കൊണ്ട് അവിടെ ജോലി ചെയ്യണുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കാൻ ഇനി 2 ദിവസത്തെ പണി കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഇനി അവർക്കത് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. ഇതിനു മുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അതും ചിക്കൻ ബിരിയാണി ചെയ്യണ വീഡിയോ തന്നെ. എന്നും ചിക്കൻ ബിരിയാണി എന്ന് കേട്ട് എന്നെ ആരും പൊങ്കാലയൊന്നും ഇടരുത്. ഇന്ന് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യണതാണ്. അങ്ങനെ നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഉള്ളി കൂടെ ഇട്ട് നമുക്കൊന്ന് അതിനെയും കൂടെ വറുത്ത് എടുക്കാം. നല്ല ചുമന്ന് റെഡിഷാണ്, പക്ഷേ ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, അത് വിട്ടുപോയി എടുക്കാനായിട്ട്. പക്ഷെ ഉള്ളിയൊക്കെ ഇടുന്ന വീഡിയോ ഉണ്ട്, ഉള്ളി വറുത്ത് കോരണ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ അതും റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതിനിടയിൽ ചിക്കനൊക്കെ കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കഴുകിക്കൊണ്ട് വെച്ച് പുതിനയില, മല്ലിയില അതൊക്കെ അരിഞ്ഞ് വെച്ച് തക്കാളിക്ക എല്ലാം ഇറച്ചി വയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ നല്ലോണം അത് വഴറ്റിയെടുക്കാം. ഇത് വറുത്ത് കോരി എടുത്തതിന് ശേഷം ഇതിൽ തന്നെയാണ് ചിക്കൻ്റെ ഇതൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത്. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, പക്ഷെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക്. അങ്ങനെ ചിക്കൻ ഒരു സൈഡ് റെഡി ആയിരിക്കും. അടുത്ത അടുപ്പിലേക്ക് ഞാൻ അരി ഇടാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനെ അടച്ച് വെച്ചിട്ട് നമുക്കിനി വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കണം. ഇനി അതിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം, എല്ലാം എല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് നല്ല വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ലെമൺ ചാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നാരങ്ങയുടെ ചാറ്, ഒരു പകുതി നാരങ്ങയുടെ ചാറ് ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് വെള്ളം തിളച്ചതിന് ശേഷം അരിയിടണതൊന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഇതിനിടയിലൊക്കെയാണ് ഞാൻ അരി അടുപ്പത്തിടുന്നത്, പക്ഷെ അതൊന്നും വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടേ ഇല്ല. അങ്ങനെ നമ്മുടെ ബിരിയാണി ചോറ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇട്ട് അങ്ങനെ ദമ്മിടാനുള്ള പരിപാടിയിലാണ്. എല്ലാം ഇട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അവിടെ ഇവിടെയായിട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി. അങ്ങനെ പാത്രത്തിൽ ചോറ് ഫുള്ള് വിളമ്പി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കൂട്ടങ്ങളെല്ലാം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചാറുണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എല്ലാം കൂടെ അവർക്ക് കൊടുത്തു. സന്തോഷമായിരുന്നു. എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ബൈ.